എവ്രിവൺ വെൽക്കം ടു കെംഫോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാക്ലോറോ പെർ ബെൻസോയിക് ആസിഡ് ആണ്. നമുക്കറിയാം ഈ ഒരു റിയേജൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻ്റ് ആണ്. ബേസിക്കലി നമ്മൾ ഈ മെറ്റാ CpB യൂസ് ചെയ്യുന്നത് മെയിൻലി ഫോർ എപ്പോക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ്, അതേപോലെ തന്നെ ബെയർ വില്ലിജർ ഓക്സിഡേഷന് വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു റിയേജൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു സ്പെസിഫിക് വീഡിയോയിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോക്സിഡേഷനിലാണ്. ബെയർ വില്ലിജർ ഓക്സിഡേഷൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. Now coming to the structure of the reagent, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂഷ്വൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിനെക്കാളും ഒരു ഓക്സിജൻ കൂടുതൽ വരുന്ന കേസാണ് നമ്മുടെ പെർ ബെൻസോയിക് ആസിഡിൽ വരുന്നത്. സോ ഇവിടെ നമുക്ക് C+Bond OH ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നതിന് പകരം പെർ ബെൻസോയിക് ആസിഡ് എന്നാണ് പറയാറുള്ളത്. ഓർ ഇൻ ജനറൽ നമ്മൾ പെർ ആസിഡ്സ് എന്ന് പറയും. ആൻഡ് മെറ്റാ CpB കൂടാതെ നമുക്ക് പല പെർ ആസിഡ്സ് പ്രസൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ H2O2 അല്ലെങ്കിൽ CF3 COOOH ഇതൊക്കെ തന്നെയും സിമിലർ ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ കൂടുതൽ പ്രൊണൗൺസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മെറ്റാ CpB ആണ്. ഇനി ഈ സ്ട്രക്ചറിനകത്ത് നമുക്ക് ഈ ഒരു COOH ഗ്രൂപ്പിന്റെ മെറ്റാ പൊസിഷനിൽ ഒരു ക്ലോറിൻ പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ MCpB എന്ന് പറയുന്നത്. ഇനി റിയാക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സേ നമ്മൾ ഒരു ആൽക്കീൻ എടുക്കുന്നു. ഈ ഒരു ആൽക്കീനിലേക്ക് നമ്മൾ MCpB ആഡ് ചെയ്യുന്നു. MCpB ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ബേസിക്കലി ഒരു എപ്പോക്സൈഡ് ആണ്. ആൻഡ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താ, ഈ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റിങ്ങിനെയാണ് നമ്മൾ എപ്പോക്സൈഡ് റിങ് എന്ന് പറയാം. ആൻഡ് ഈ ഒരു റിയാക്ഷന് നമ്മൾ എപ്പോക്സിഡേഷൻ എന്ന് പറയും. So basically here occurs the conversion of an alkene to epoxide in the presence of MCpBA, and this reaction is known as epoxidation. Okay, now coming to mechanism. ഇനി എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ആൽക്കീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ MCpB എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫൈൽ ആണ്. സോ നമുക്കറിയാം ഒരു ന്യൂക്ലിയോഫൈൽ എപ്പോഴും ഒരു ഇലക്ട്രോഫൈലിനെ ആയിരിക്കും സീക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡബിൾ ബോണ്ടിന്റെ പ്രസൻസിലാണ് ഇത് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ഡബിൾ ബോണ്ട് വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഓക്സിജനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ വേറെയും 2 ഓക്സിജൻസ് പ്രസന്റ് ആണ് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഓക്സിജന് തന്നെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടാവുക? കാരണം ഈ ഒരു ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തു ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ആൻഡ് ദിസ് ബോണ്ട് വിൽ ബി ബ്രോക്കൺ ടു ദിസ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് C+Bond O-AR അല്ലേ. സോ ദിസ് ഇസ് ബേസിക്കലി സ്റ്റേബിൾ ആണല്ലോ. ഈ ഫോം ചെയ്തിരിക്കുന്ന കാർബോക്സിലേറ്റ് അയോൺ എന്ന് പറയുന്നത് റെസൊണൻസ് വഴി സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഇങ്ങനൊരു റിയാക്ഷൻ സംഭവിക്കുന്നത്. ഇനി നമുക്കറിയാം ഇവിടുന്ന് ഈ ഒരു ഓക്സിജൻ അറ്റാക്ക് ചെയ്തു. സോ ഓക്സിജനുമായിട്ട് ഈ ഒരു കാർബൺ എന്ത് ചെയ്തു, ബോണ്ട് ഫോം ചെയ്തു. അതേസമയം എന്ത് ചെയ്യണം, ഈ ഒരു കാർബണുമായിട്ടും ഈ ഒരു ഓക്സിജന് ബോണ്ട് ഫോം ചെയ്യണം. സോ അവിടെ നടക്കുന്നത് ഇങ്ങനൊരു ഇലക്ട്രോൺ ഫ്ലോ ആയിരിക്കും. അതായത് ഇവിടെയുള്ള ഈ OH-നുള്ള പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകും. ഇനി ഇവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഈ ഒരു H+, ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഈ H+ എവിടെ പോവും, അവിടെയുള്ള ഓക്സിജൻ്റെ കൂടെ പോയിട്ട് നമുക്കൊരു കാർബോക്സിലിക് ആസിഡും കൂടി കിട്ടും. നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. സോ നമ്മുടെ എപ്പോക്സൈഡ് ഫോം ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഇതാണ്. ക്ലിയർ ആണല്ലോ. ഈ ഒരു കാർബണുമായിട്ടും ഈ ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു കാർബണുമായിട്ടും സെയിം ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്യും. പ്ലസ് ഈ എക്സ്ട്രാ വരുന്ന കാർബോക്സിലിക് ആസിഡും കൂടി പ്രസന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ക്ലിയർ ആയി ഈ ഒരു ഓക്സിജൻ ആണ് ബേസിക്കലി ഇവിടെ വരുന്നത്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, റെഡിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു ഓക്സിജൻ, ഈ ഒരു പെർട്ടിക്കുലർ ഓക്സിജൻ ആണ് നമ്മുടെ എപ്പോക്സൈഡ് റിങ്ങിൽ വരുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഏത് ഓക്സിജൻ ആണ് റിങ്ങിലേക്ക് വരുന്നത് എന്നുള്ളത്. സോ ഓർത്തിരിക്കുക ഈ ഒരു പെർട്ടിക്കുലർ ഓക്സിജൻ ആണ്. ആൻഡ് മോർ ഓവർ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് വീക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഓക്സിജന്റെ എഡീഷൻ എന്ന് പറയുന്നത്
സിൻ എഡീഷൻ ആണ്. സിൻ എഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓക്സിജൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫോം ചെയ്യുന്ന രണ്ട് ബോണ്ടും സെയിം സൈഡിൽ നിന്നാണ്. അതായത് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് രണ്ട് ബോൺസും നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? സെയിം സൈഡിൽ നിന്നായിട്ടാണ് കാണിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം, രണ്ടായാലും കറക്റ്റ് ആണ്. ഓക്കെ, അതേസമയം നമുക്ക് എന്ത് വരില്ല? ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് വരില്ല. ഓക്കെ, സോ ബോണ്ട് ഫോർമേഷൻ ഒക്കേഴ്സ് ഫ്രം ദി സെയിം സൈഡ്. ക്ലിയർ ആണല്ലോ? അതാണ് സിൻ എഡീഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, ഈ ഒരു ഓക്സിജൻ ആണ് എന്തായിട്ട് വരുന്നത്? ഇലക്ട്രോഫിലിക് ആയിട്ട് വരുന്നത്. ദിസ് ഇസ് മോർ ഇലക്ട്രോഫിലിക്. ഇനി നമ്മുടെ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പെസിഫിക് ഇൻ നേച്ചർ ആണ്. അതായത് നമ്മളൊരു സിസ് ആൽക്കീൻ ആണ് എടുക്കുന്നതെങ്കിൽ ആഫ്റ്റർ എപ്പോക്സിഡേഷൻ നമുക്ക് ഫോം ചെയ്യുന്നത് ഒരു സിസ് ആയിട്ടുള്ള എപ്പോക്സൈഡ് ആയിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന ആൽക്കീൻ്റെ കോൺഫിഗറേഷൻ ഏതാണോ അതേ കോൺഫിഗറേഷനിലുള്ള എപ്പോക്സൈഡ് ആണ് നമുക്ക് ഫോം ചെയ്യുക. ഓർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ് ആൽക്കീൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും നമുക്ക് എന്താണ് കിട്ടുന്നത്? ട്രാൻസ് ആയിട്ടായിരിക്കും പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത്. അതാണ് നമ്മൾ ഈ സ്റ്റീരിയോ സ്പെസിഫിസിറ്റി വെച്ച് പറയുന്നത്. അടുത്തതായിട്ട് കീമോ സെലക്ടിവിറ്റി ആണ്. അതായത് റിയാക്ഷൻ്റെ റേറ്റിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ബേസിക്കലി നമ്മൾ പറഞ്ഞു നമ്മുടെ ആൽക്കീൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് ആണ്. അതേസമയം നമ്മുടെ മെറ്റാസിപിബിഎ അല്ലെങ്കിൽ പെറാസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് ആണ്. സോ നമ്മൾ എടുക്കുന്ന ആൽക്കീൻ എത്രമാത്രം ന്യൂക്ലിയോഫിലിക് ആയിരിക്കുമോ അത്രയും റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോഫൈല്, അതായത് നമ്മൾ എടുക്കുന്ന പെറാസിഡ് എത്രമാത്രം ഇലക്ട്രോഫിലിക് ആണോ അപ്പോഴും റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റേറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻ പെറോക്സി ആസിഡ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പെറോക്സി ആസിഡ് എത്രമാത്രം ഇലക്ട്രോഫിലിക് ആവുന്നോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മോർ ഇലക്ട്രോഫിലിക് ആവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമ്മുടെ പെറാസിഡിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ റേറ്റ് കൂടും. അതേസമയം നമ്മുടെ ആൽക്കീൻ എടുത്തു കഴിഞ്ഞാൽ ആൽക്കീൻ നമുക്കറിയാം ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ. സോ ഇത് എത്രമാത്രം ന്യൂക്ലിയോഫിലിക് ആവുന്നു. ന്യൂക്ലിയോഫിലിക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അവിടുത്തെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആയിരിക്കണം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം ഇലക്ട്രോൺസ് അവൈലബിൾ ആണോ അത്രയും നമ്മുടെ റേറ്റ് കൂടും. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന പെറാസിഡിൻ്റെ അകത്തുള്ള ഇലക്ട്രോഫിലിക് നേച്ചർ കൂടുന്നതിൻ്റെ ഓർഡറാണ് ബേസിക്കലി കൊടുത്തിരിക്കുന്നത്. TBuOH വരും, ദെൻ H2O2, ദെൻ CH3COOH, ദെൻ HCOOH, ദെൻ MCPBA, CF3COOH. സോ ഏറ്റവും കൂടുതൽ ഇലക്ട്രോഫിലിക് ആവുന്നത് നമ്മൾ 3 ഫ്ലൂറിൻസ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ യൂസിങ് ദിസ് കോമ്പൗണ്ട് വിൽ ബി ഹൈലി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആൽക്കീൻസിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മീഥൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അതായത് ഇവിടെ നമുക്ക് ഹൈഡ്രജൻസ് ആണ്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നു. ഈ രണ്ട് കേസിലും 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ 3 മീഥൈൽ ഗ്രൂപ്പ്സ് വന്നു, ഇവിടെ 4 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളുടെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും റിയാക്ഷൻ റേറ്റ് കൂടും. ഇനി മറ്റൊരു കാര്യം, നമുക്ക് എപ്പോക്സിഡേഷൻ നടത്തേണ്ട ആൽക്കീൻ, ഓക്കെ, നമ്മൾ എപ്പോക്സിഡേഷൻ നടത്താനിരിക്കുന്ന ആ ഒരു ഡബിൾ ബോണ്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട് കോൺജുഗേഷനിലാണെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? കുറയും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് നോക്കുക, ഇവിടുത്തെ ഈ ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ CO ആയിട്ട് കോൺജുഗേഷനിലാണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ റേറ്റ് കുറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ട്രോങ്ങർ ആയിട്ടുള്ള ഓക്സിഡൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് CF3COOH ആണ്. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ആൻ എപ്പോക്സൈഡ്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും MCPBA 1 ഇക്വിവാലൻ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമുക്ക് 2 ഡബിൾ ബോണ്ട് ഉണ്ട്, ഒറ്റൊരു ഇക്വിവാലൻ്റ് ഓഫ് MCPBA മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ നിന്നും സെലക്റ്റീവായിട്ട് നമ്മൾ എപ്പോക്സിഡേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ആണെങ്കിൽ 2 മീഥൈൽ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതേസമയം ഈ ഒരു ഡബിൾ ബോണ്ടിൽ 2 ഹൈഡ്രജൻസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഒബ്വിയസ്ലി മീഥൈൽ ഗ്രൂപ്പ്സ് ആണ് കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈ ഒരു സൈഡിലാണ് എപ്പോക്സിഡേഷൻ നടക്കുക. ഓക്കെ, ദിസ് ഇസ് ദി പ്രൊഡക്റ്റ് ഫോംഡ്. ഇനി ഈ ഒരു കേസിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡബിൾ ബോണ്ടാണ് കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഡബിൾ ബോണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടുത്തെ ഡബിൾ ബോണ്ടിനാണ് എപ്പോക്സിഡേഷൻ നടക്കുന്നത്.
മറ്റേ 2 ഡബിൾ ബോൺസ് അതേപോലെ ഇരിക്കും. സോ നമുക്ക് പറയാം ഇലക്ട്രോൺ റിച്ച് ഡബിൾ ബോൺസ് അണ്ടർഗോ എപ്പോക്സിഡേഷൻ. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു റിയാക്ഷന്റെ സ്റ്റീരിയോ സെലക്ടിവിറ്റി, അതായത് സ്റ്റീരിയോ കെമിസ്ട്രി ആണ് പറയാനുള്ളത്. എപ്പോക്സിഡേഷൻ ഒക്കേഴ്സ് ഫ്രം ലെസ് ഹിൻഡേർഡ് സൈഡ് ഓഫ് ദി ഡബിൾ ബോണ്ട്. ഏത് സൈഡിലാണോ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവ്, അവിടെ ആയിരിക്കും എപ്പോക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് OCO-CH3, ഇറ്റ് ഇസ് ബൾക്കി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ വെഡ്ജിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓക്സിജന് ഡാഷിൽ കാണിക്കേണ്ടി വരും. പ്ലസ് എന്തും കൂടി ഉണ്ടാവും, രണ്ടും വെഡ്ജിൽ വരുന്ന പ്രൊഡക്റ്റും കൂടി ഫോം ചെയ്യും. ബട്ട് റിമെമ്പർ, കൂടുതൽ എമൗണ്ട് ഫോം ചെയ്യുന്നത് എപ്പോഴും സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവുള്ള സൈഡിലായിരിക്കും. സോ ബേസിക്കലി ദിസ് പ്രൊഡക്റ്റ് വിൽ ബി ഫോംഡ് 60% ആൻഡ് ദിസ് പ്രൊഡക്റ്റ് വിൽ ബി ഓൺലി 40%. ഇനി ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്നത് OH വെഡ്ജിൽ വരും ആൻഡ് ഇൻകമിങ് ഓക്സിജൻ ഡാഷിൽ വരും. അതേപോലെ തന്നെ നമ്മുടെ രണ്ട് ഗ്രൂപ്പുകളും സെയിം സൈഡിൽ വരും. സോ OH ദെൻ ഓക്സിജൻ, ബോത്ത് ആർ ഇൻ വെഡ്ജ്. ബട്ട് ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈഡ്രജനും ഇവിടുത്തെ ഈ ഒരു ഓക്സിജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി പ്രസന്റ് ആണ്. ഓക്കെ, സോ ഇവരെ സെയിം സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് 92% ഫോം ചെയ്യും. അതേസമയം ഈ ഒരു കോമ്പൗണ്ട് വെറും 8% മാത്രമേ ഫോം ചെയ്യുള്ളൂ. ഈവൻ ദോ ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടെങ്കിലും ഹൈഡ്രജൻ ബോണ്ടിങ്ങിനാണ് നമ്മളിവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ഫേവറബിൾ ആയിട്ട് വരുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ബേസിക്കലി നമ്മുടെ കോമ്പൗണ്ട് എന്ത് ചെയ്യും, ലെസ് ഹിൻഡേർഡ് സൈഡിൽ നിന്നാണ് നമുക്ക് പ്രൊഡക്റ്റ് ഫോം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് വരും, ഡാഷിലായിരിക്കും ഓക്സിജൻ വരുന്നത്. ഓക്കെ, ആൻഡ് CH3 ഇവിടെ വെഡ്ജിലായിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു കോമ്പൗണ്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് HO അറ്റാക്കിനുള്ള പോസിബിലിറ്റി ആണ് വരുന്നത്. സോ HO ആയിട്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് വരിക, അതായത് മേലെ നിന്ന് തന്നെ അറ്റാക്ക് ചെയ്യും. സോ നമുക്ക് കിട്ടുന്നത് ഓക്കെ, ആൻഡ് രണ്ട് ഹൈഡ്രജൻ ഡൗൺവേർഡ്സ് ആയിരിക്കും. അതേസമയം ഇവിടെ നോക്കിയാൽ ഇവിടെയാണെങ്കിൽ രണ്ട് CH3 ഗ്രൂപ്പുകളാണ് വരുന്നത്. സോ HO അറ്റാക്ക് പോസിബിൾ അല്ല. സോ ഹിയർ എൻഡോ വിൽ ബി പ്രിഫേർഡ്. അതുകൊണ്ട് നമുക്ക് ഓക്സിജൻ ഡൗൺവേർഡ് ആയിട്ട് വരും, ബാക്കി ഹൈഡ്രജൻസ് മേലേക്കായിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി ദി പ്രൊഡക്റ്റ് ഫോം. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. സോ ഇവിടെ രണ്ട് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് എവിടെയാണോ അവിടെ ആയിരിക്കും എപ്പോക്സിഡേഷൻ നടക്കുക. സോ ദിസ് ബോണ്ട് ഇസ് മോർ ഇലക്ട്രോൺ റിച്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും എപ്പോക്സിഡേഷൻ സംഭവിക്കുന്നത് ആൻഡ് ദിസ് ഡബിൾ ബോണ്ട് വിൽ റിമെയിൻ അറ്റ് ഇറ്റ്സ് പൊസിഷൻ. ഇനി ഈ ഒരു കേസിൽ നമുക്ക് കാണാം ഇവിടെ CH3 ഗ്രൂപ്പാണ്. സോ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറക്കാൻ വേണ്ടിയിട്ട് തന്നെ ലെസ് ഹിൻഡേർഡ് സൈഡിൽ നിന്നാണ് അറ്റാക്ക് നടക്കുക. സോ ഇവിടെ നമ്മൾ വെഡ്ജിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ ഡാഷിലായിരിക്കും, ബാക്ക്വേർഡ് അറ്റാക്ക് ആയിരിക്കും സംഭവിക്കുക. ഇനി ഈ ഒരു കോമ്പൗണ്ട്, ഇതിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ നമ്മൾ ആഡ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിലാണ് MCPB ആഡ് ചെയ്യുന്നത്. സോ ദിസ് പെർട്ടിക്കുലർ റിയേജന്റ് ഇസ് യൂസ്ഡ് ഫോർ ബേർച്ച് റിഡക്ഷൻ. സോ ഇവിടെ ബേർച്ച് റിഡക്ഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്, രണ്ട് ഡബിൾ ബോണ്ട്സ് ഫോം ചെയ്യും. ആൻഡ് ഹിയർ വി ആർ ഹാവിങ് ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ടുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് വരിക. ഓക്കെ, ദാറ്റ് ഇസ് CH3 will be attached to the carbon having double bond. And Birch reduction നടക്കുമ്പം ഈ ഫോം ചെയ്യുന്ന രണ്ട് ഡബിൾ ബോണ്ട്സ് കോൺജുഗേറ്റഡ് ആയിരിക്കില്ല. ദേ വിൽ ബി സെപ്പറേറ്റഡ് ബൈ sp3 കാർബൺസ്. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടുക. അതേസമയം നമ്മളൊരു ബെൻസോയിക് ആസിഡിനാണ് ബേർച്ച് റിഡക്ഷൻ നടത്തുന്നതെങ്കിൽ, ബേർച്ച് റിഡക്ഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഡബിൾ ബോണ്ടഡ് കാർബണിൽ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് കാർബണിലായിരിക്കില്ല നമ്മുടെ COH വരുന്നത്. ബിക്കോസ് COH ഇസ് എൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് കിട്ടുക. അതേസമയം ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് വരുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള കാർബണിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ MCPB ആഡ് ചെയ്യുന്നു.
നമുക്ക് 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഒരു ഡബിൾ ബോണ്ടും പ്രസന്റ് ആണ്, ഈ ഒരു ഡബിൾ ബോണ്ടും പ്രസന്റ് ആണ്. ബട്ട് നമുക്കറിയാം ഏത് ബോണ്ടാണോ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത് അവിടെ ആയിരിക്കും അറ്റാക്ക് നടക്കുന്നത്. സോ ദിസ് ബോണ്ട് വിൽ ബി undergoing epoxidation. Okay, so this will be the product formed. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ്. സോ ഇതിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 2 ഡബിൾ ബോണ്ട്സ് പ്രസന്റ് ആകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇലക്ട്രോൺ റിച്ച് ഏതാണെന്നുള്ളതാണ്. അതേസമയം ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്, അതായത് OH അടുത്തുള്ള ബോണ്ട് എപ്പോക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ബോണ്ടിനായിരിക്കും എപ്പോക്സിഡേഷൻ നടക്കുന്നത്. ഈ ഒരു ബോണ്ടിന് എപ്പോക്സിഡേഷൻ നടക്കും ആൻഡ് അറ്റാക്ക് വിൽ ബി ഫ്രം ദി സെയിം സൈഡ് ഓഫ് ദാറ്റ് ഓഫ് OH and this double bond will remain at its position. Next ഈ ഒരു ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം MCPB വരുന്ന ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 2 ഡബിൾ ബോണ്ട്സ് പ്രസന്റ് ആണ്. ബട്ട് റിമെമ്പർ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഇവിടെ കോൺജുഗേഷനിലായിരിക്കും. സോ ലെസ് അവൈലബിൾ ഫോർ അറ്റാക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോണ്ടിനായിരിക്കും എപ്പോക്സിഡേഷൻ നടക്കുന്നത്. അതേസമയം നമ്മൾ H2O2 NaOH യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോണ്ടിനാണ് എപ്പോക്സിഡേഷൻ നടക്കുക. നെക്സ്റ്റ് വൺ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഈ ഒരു റിംഗ് എന്ന് പറയുന്നത് റിംഗ് ഓൾറെഡി അരോമാറ്റിക് ആണ്. സോ ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ ബോണ്ട് ആയിരിക്കും. ഇവിടെ എപ്പോക്സിഡേഷൻ നടക്കും ആൻഡ് ഓൾ അതർ ഡബിൾ ബോണ്ട്സ് വിൽ ബി ഇൻടാക്ട്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡൈബാൽ-H ആഡ് ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റെപ്പിൽ CF3COOH. നമുക്കറിയാം ഡൈബാൽ-H എന്ന് പറയുന്നത് ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസിന് റിഡക്ഷൻ നടത്തിയിട്ട് ആൽക്കഹോൾസ് ആക്കുന്ന ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡബിൾ ബോണ്ടിന് റിഡക്ഷൻ നടന്നിട്ട് ഇവിടെ OH ആയിരിക്കും വരിക. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് റിഡക്ഷൻ ഓഫ് ഡബിൾ ബോണ്ട്, ബാക്കി ഡബിൾ ബോണ്ടൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. ഇവിടെ നമുക്ക് OH വന്നു, ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ ഇവിടെ എപ്പോക്സിഡേഷൻ നടന്നു ആൻഡ് ദിസ് ഇസ് ദി ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടിരുന്നു. ദാറ്റ് ഇസ്, സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ബേസിക്കലി നമ്മൾ എടുത്തിരിക്കുന്ന റിയേജന്റ് എന്ന് പറയുന്നത് ഇതാണ്. ബട്ട് MCPB ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ MCPB ആഡ് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു റിയേജന്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു റിയേജന്റ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ഓഫ് ആൽക്കഹോൾ ആണ്. അതായത് നമുക്ക് റിയാക്ഷനിൽ ആൽക്കഹോളിന് റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഒരു പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി റിയാക്ഷൻ നടത്താണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്തായിരിക്കും ഫോം ചെയ്യാം, ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ Cl കൂടി പുറത്തേക്ക് പോകും HCl ആയിട്ട്. ദെൻ OTBDMS ഫോം ചെയ്തു. സോ ഈ ഒരു ഫിനോൾ, ഈ ഒരു OH ഗ്രൂപ്പ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് MCPB ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓക്സിജന്റെ കൂടെ ഈ ഒരു ഗ്രൂപ്പാണ് വരുന്നത്. സോ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ബേസിക്കലി വരുന്നില്ല. നമ്മൾ നേരത്തെ ഹൈഡ്രജൻ ബോണ്ടിങ് വന്ന സമയത്ത് നമ്മൾ കണ്ടു, നമ്മുടെ ഈ ഓരോ OHഉം അതേപോലെ തന്നെ ഫോം ചെയ്യുന്ന എപ്പോക്സൈഡ് റിങ്ങും സെയിം സൈഡിൽ നിന്നാണ് വരുന്നത്. അല്ല, ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്റ്റെറിക് ഹിൻഡ്രൻസിനുള്ള പ്രയോറിറ്റിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഗ്രൂപ്പുകളും ഡിഫറെൻറ്റ് സൈഡ്സിലായിരിക്കും വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് MCPBനെ കുറിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് പറയാനുള്ളത്. സോ എക്സാംസിന് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.